അമ്മ വിളിച്ചിട്ട് കുറേ കരങ്ങിട്ട് എന്നോട് സംസാരിക്കുന്നു. അച്ഛൻ ഇന്ന പോലെ ഒരു അസുഖം വന്നു, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഡോക്ടർ അമ്മയെ വിളിച്ചിട്ട് പറയുന്നു ഇനി ആൾ ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ല. അതുവരെ നോർമലി എന്നോട് ബിഹേവ് ചെയ്ത് അച്ഛൻ എന്നോടൊന്നും സംസാരിക്കുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. ആൾക്ക് ആരെയും മനസ്സിലാവുന്ന പോലുമില്ല. ആളുടെ ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ടായി. ബ്രെയിനിൻ്റെ സെൻട്രൽ പോർഷനിലാണ്. നമുക്ക് സർജറി ചെയ്തൊന്നും റിമൂവ് ചെയ്യാനൊന്നും പറ്റില്ല. ചില സമയത്തൊക്കെ അമ്മ കിച്ചണിൽ നോക്കുമ്പോൾ ആള് ബെഡിൽ നിന്ന് താഴെ വീണ് കിടക്കുന്നതാണ്. എന്നെ അമ്മയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇനി മുമ്പോട്ട് പോകുമെന്ന് അറിയത്തില്ലായിരുന്നു. അന്നേരം എനിക്ക് 21 വയസ്സുള്ളൂ. ശരിക്കും BCA ഡിസ്റ്റിങ്ഷനോടെയാണ് ഞാൻ പാസ്സായത്. അങ്ങനെ പാസ്സായിട്ട് ഇവിടെ വന്നതും ജോലി എന്ന് പറയുന്ന ലക്ഷ്യത്തോടെയാണ്. അപ്പൊ ഇത്രയും സ്ട്രഗിൾ ചെയ്തതിനും ഇത്രയും കഷ്ടപ്പെട്ടതിനും ഒക്കെ റിസൾട്ട് ഇപ്പൊ നേടിയെടുത്ത് ഹാപ്പിയാണ്. അപ്പൊ നമ്മുടെ കൂടെ എന്നുള്ളത് ആതിരയാണ്. ആതിര സ്മെക്ക് ലാബ്സിൽ നിന്ന് പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആയിട്ട് പ്ലേസ്ഡ് ആയ ആളാണ്. നമ്മ നാളെ ഇവിടെ വീഡിയോയിലോട്ട് ക്ഷണിച്ചതിന് ഒരു റീസൺ ഉണ്ട്. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും ലൈഫിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ് ആളുടെ സ്റ്റോറി. അപ്പൊ സ്റ്റോറി എന്താണെന്ന് നമുക്ക് ആളുടെ തന്നെ കേൾക്കാം. അപ്പോൾ ആതിര, വെൽക്കം ടു സ്മെക്ക് ലാബ്സ്. താങ്ക് യു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ഫീൽഡിലുള്ള ജേർണി എങ്ങനെയായിരുന്നു? 10th കഴിഞ്ഞിട്ട് എല്ലാവരും പോലെ ഏത് കോഴ്സാണ് നെക്സ്റ്റ് എടുക്കേണ്ടതെന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. കുറേ ആൾക്കാർ ബയോളജിയാണ് സജസ്റ്റ് ചെയ്തത്. പക്ഷെ എൻ്റെ മൈൻഡിൽ എവിടേക്ക് പോകണം എന്ന് കറക്റ്റായിട്ടൊരു എന്താ പറയുക, കറക്റ്റായിട്ട് എവിടെ എത്തണമെന്നൊരു ഇതുണ്ടായിരുന്നു, ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആണ് ചൂസ് ചെയ്തത്. കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് ബിടെക് എടുക്കണമെന്ന മൈൻഡിലാണ് കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്. പക്ഷേ +2 കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി മാത്സ് എന്നെ കൊണ്ട് ഒട്ടും കൊണ്ടുപോകാൻ പറ്റുന്ന സബ്ജക്റ്റ് അല്ല. അതായത് മാത്സിന് പോയി ജസ്റ്റ് പാസ് കേട്ടോ. ബാക്കി സബ്ജക്റ്റ് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പം +2 എനിക്ക് 4 സബ്ജക്റ്റിന് ഫുൾ മാർക്സ് ഉണ്ട്. മാത്സിന് ജസ്റ്റ് പാസ്, പിന്നെ ഫിസിക്സിന് കുറവായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാത്സ് കൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന്. അങ്ങനെ അതിനുശേഷം BCA എടുത്തു. BCA കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പ്ലേസ്ഡ് ആവാനുള്ള ഡ്രീമിലാണ് എല്ലാവരെ പോലെ ഞാനിവിടെ കയറിയത്. പക്ഷേ കൊറോണ ഒരു ടൈമായിരുന്നു. കൊറോണ ആയതുകൊണ്ട് ഓപ്പണിംഗ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. നോർമലി TCSൽ മാത്രം പ്ലേസ്മെൻറ്റേ വന്നിട്ടുള്ളായിരുന്നു. അതും ഓഫ് ക്യാമ്പസ് ആയിരുന്നു. ഞാനിവിടെ എറണാകുളം തന്നെ വന്നിട്ട് അപ്ലൈ ചെയ്തു. എക്സാം എഴുതി ഫസ്റ്റ് എക്സാം ആയിരുന്നു. ടൈം ഔട്ട് ആയിപ്പോയി. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് വെറുതെ ജസ്റ്റ് അവിടെ ഇവിടേക്ക് ഇങ്ങനെ നോർമലി മാർക്ക് ചെയ്ത് ആൾ കയറിപ്പോയി. പക്ഷെ ഞാനിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോയിട്ട് ആപ്റ്റിറ്റ്യൂഡ് കിട്ടിയില്ല, ടൈം ഔട്ടായി. 2 ലെവൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ആൾക്ക് പ്ലേസ്ഡ്, എൻ്റെ ഫ്രണ്ട് ആൾ പ്ലേസ്ഡായി TCSൽ പോയി. പക്ഷെ ഞാൻ അപ്പോഴും സ്ട്രൈക്ക് ഓൺ ചെയ്ത് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട്. അങ്ങനെയാണ് ഇവിടേക്ക് സ്മെക്കിനെ പറ്റി അറിയുന്നതും. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ അഡ്മിഷൻ എടുത്തിട്ട് ആ ഫ്രണ്ട് ത്രൂ ആണ് സ്മെക്കിലേക്ക് വരുന്നത്. സ്മെക്കിലേക്ക് വരുന്നതിന് മുന്നും പല ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി നോക്കിയിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് തന്നെ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത് ശരിക്കും എല്ലാവരും പോലെ എന്ത് കോഴ്സ് എടുത്ത് പഠിച്ചാൽ പെട്ടെന്ന് ജോബ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കുറേ കോഴ്സ് നോക്കി, ഡേറ്റാ സയൻസ് നോക്കി, പൈത്തൺ നോക്കി, അങ്ങനെ ഓൾമോസ്റ്റ് മിക്ക സ്ഥലങ്ങളിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നോക്കിയിരുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പ്രൊജക്റ്റൊക്കെ ചെയ്തത്. അവിടെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ചെയ്യേണ്ട, അവിടെ തന്നെ കോഴ്സ് ചെയ്തിട്ട് പ്ലേസ്ഡ് ആക്കാന്നൊക്കെ അവർ കുറേ ഓഫേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് അവിടെ നിന്നുള്ള സാറ്റിസ്ഫാക്ഷൻ അങ്ങ് പോയി. സോ അവിടെ പഠിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് സ്മെക്കിൽ വന്നിട്ട് അഡ്മിഷൻ എടുക്കുന്നത് ഡേറ്റാ സയൻസിൽ. ആൾ വന്ന് 2-3 വട്ടം ഇവിടെ നോക്കി, എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഇവിടെ നിന്ന് എനിക്ക് സിലബസ് അയച്ചു തന്നു. ഓരോ സബ്ജക്ട്സിൻ്റെ സിലബസ് നോക്കിയിട്ടാണ് ഞാൻ പൈത്തൺ ഫുൾ സ്റ്റാക്ക് സെലക്ട് ചെയ്യുന്നത്. നോർമലി എല്ലാവരും പോലെ ഇവിടെ ഞാൻ കോഴ്സ് പഠിക്കാൻ വേണ്ടി തന്നെ വന്നു. പക്ഷേ അതിന് ശേഷം എനിക്ക് തോന്നുന്നു 1 month ഒക്കെ കഴിഞ്ഞു. 1 month ഒക്കെ ആയതിനു ശേഷമാണ് അച്ഛന് സ്ട്രോക്ക് ആയത്. ഞാൻ പറഞ്ഞില്ല അച്ഛൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് സ്ട്രോക്ക് വന്നിട്ട് ആൾക്ക് പിന്നെ തിരിച്ചു പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. ഞാൻ പറഞ്ഞില്ല, ഒരു ഭാഗം കൊണ്ട് തളർന്നു പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷനാണ്. ഞാൻ ഇവിടെ തന്നെയായിരുന്നു. ഞാൻ രാവിലെയൊക്കെ വീട്ടിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അപ്പം അമ്മ എന്നോട് പറഞ്ഞു അച്ഛൻ ഇന്ന പോലെ വയ്യാണ്ട് വന്ന് BP കൂടി, കുഴപ്പമില്ല ഹോസ്പിറ്റലിലാണ്, നീ പേടിക്കൊന്നും വേണ്ട, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു BP അച്ഛനില്ല, നോർമലി BP ഒന്നും ഇല്ല ആൾക്ക്. വിചാരിച്ചു നോർമലി വന്ന പോലെ വന്നതായിരിക്കുമെന്ന് വിചാരിച്ചു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചിട്ട് കുറേ കരങ്ങിട്ട് എന്നോട് സംസാരിക്കുന്നു. അച്ഛൻ ഇന്ന പോലെ ഒരു അസുഖം വന്നു, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഡോക്ടർ അമ്മയെ വിളിച്ചിട്ട് പറയുന്നു ഇനി ആൾ ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ല, എന്താ ചെയ്യേണ്ടതെന്ന്. അകപ്പാട് ടെൻഷനായിട്ട് ഞാൻ ഇവിടെ നിന്ന് അപ്പം തന്നെ ഈ സ്മെക്കിൻ്റെ ക്ലാസ്സിൽ നിന്ന് അപ്പം തന്നെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകായിരുന്നു. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പം തന്നെ വീട്ടിലേക്ക് പോയി. പിന്നെ കുറച്ച് ദിവസം ലീവായിരുന്നു. പിന്നെ അച്ഛൻ്റെ കൂടെ തന്നെ നിന്ന്. ഞാൻ ചെന്നപ്പോഴത്തേക്ക് അതുവരെ നോർമലി എന്നോട് ബിഹേവ് ചെയ്ത് അച്ഛൻ എന്നോടൊന്നും സംസാരിക്കുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. ആൾക്ക് ആരെയും മനസ്സിലാവുന്ന പോലുമില്ല. അങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ചെന്നപ്പോൾ. എങ്ങനെ അത് ഓവർകം ചെയ്തെടുത്തേ? ആദ്യം എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇനി മുമ്പോട്ട് പോകുമെന്ന് അറിയത്തില്ലായിരുന്നു. അച്ഛനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും. കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല, എങ്ങനെയാണെങ്കിലും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സേവിങ്സ് എടുത്തിട്ടാണെങ്കിലും അച്ഛനെ ഓക്കെ ആക്കി എടുത്താൽ മതി. അങ്ങനൊരു മൈൻഡായിരുന്നു എനിക്ക്.
കാര്യം എങ്ങനെ ഞാൻ ഈ സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്ത് ഞാൻ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തോളാം, ഞാൻ പാർട്ട് ടൈമിന് പോയി എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്തോളാം. പക്ഷെ അച്ഛനെ എങ്ങനെയെങ്കിലും പഴയ രീതിയിലാക്കണമെന്നൊരു മൈൻഡായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വല്ലിച്ച നാട്ടിൽ നിന്ന് ഇത് കേട്ട് വല്ലിച്ചനൊരു 10 days ലീവ് എടുത്തിട്ട് നാട്ടിലേക്ക് വന്നു. വല്ലിച്ചനാണ് പിന്നെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതും അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതൊക്കെ വല്ലിച്ചനായിരുന്നു. പിന്നെ അതിനുശേഷം എനിക്കൊന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ ഇവിടേക്ക് വന്നു, തിരിച്ചിങ്ങോട്ട് വന്നു. അതെ. ഇവിടെ വന്ന് നിൽക്കുന്ന ടൈം, പഠിക്കുന്ന ടൈം, എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തിരുന്നത്? ഞാൻ ആലുവയിലായിരുന്നു പാർട്ട് ടൈം ജോബിന് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ അവിടുന്ന് കുറച്ച് ലോങ് ആയെന്ന് തോന്നിയിട്ട് ഞാൻ അവിടുന്ന് മാറിയിട്ട് ഇവിടെ അടുത്ത് തന്നെ എടുത്ത് പാർട്ട് ടൈം ജോബ് പോകാൻ തുടങ്ങി. എവിടെയായിരുന്നു, എന്തായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ പാർട്ട് ടൈം? ഫസ്റ്റ് ആലുവയിൽ ഞാൻ ടെലികോളിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ അതെനിക്ക് ഒട്ടും ബെറ്ററായ ഒരു ഓപ്ഷൻ ആണെന്ന് തോന്നിയില്ല. മീൻസ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഞാൻ അപ്നയിലൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരിടത്ത് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് കയറി. അങ്ങനെയായിരുന്നു പിന്നെ എൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങിയത്. വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് എനിക്ക് ഇവിടുത്തെ ആവശ്യങ്ങളും എൻ്റെ ഹോസ്റ്റൽ ഫീസും എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ പറ്റി. അത് ഇദ്ദേഹത്തിൻ്റെ എത്രാമത്തെ വയസ്സിലായിരുന്നു? അന്നേരം എനിക്ക് 21 വയസ്സുള്ളൂ. 21 വയസ്സ്. അപ്പോൾ 21-ാം വയസ്സിൽ ഇതെല്ലാം ലൈഫിലോട്ട് വന്നു. ഫിനാൻഷ്യലി ആണെങ്കിലും കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കും സ്വാഭാവികമായിട്ടും. ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യാണ്. കാര്യം ആ സമയത്ത് എനിക്ക് തോന്നുന്നു അതായത് മോർണിംഗും ഉച്ചയ്ക്കും ഈവനിങ്ങും അച്ഛനെ സ്കാൻ ചെയ്യണം 3 സമയത്തും. കാര്യം ആളുടെ ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ടായി. അപ്പോൾ അത് ബ്രെയിനിൻ്റെ സെൻട്രൽ പോർഷനിലാണ്. നമുക്ക് സർജറി ചെയ്തൊന്നും റിമൂവ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം 3 വട്ടവും ആളെ 3 നേരം സ്കാൻ ചെയ്തിട്ട് സ്കാനിങ്ങിന് എക്സ്ട്രാ നമ്മൾ പുറത്ത് പോയി ചെയ്യണം. അതിൻ്റെ പേയ്മെൻറ്റ് തന്നെ കൊടുക്കണം. ഏകദേശം നല്ലൊരു എമൗണ്ട് ആവും 3 നേരം സ്കാൻ ചെയ്യണമെങ്കിൽ. അതനുസരിച്ച് ആ ക്ലോട്ടായ ബ്ലഡ് റിമൂവ് ആക്കിയാൽ മാത്രമേ ആൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പുറമെ വാക്സിൻ ഉണ്ട്. ആ വാക്സിന് 3 നേരം കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പം ഏകദേശം നല്ലൊരു പേയ്മെൻറ്റ് കയ്യിൽ നിന്ന് പോകും. ഇതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ആൾ എഴുന്നിട്ട് നടക്കില്ലേ. മീൻസ് ആ ഒരു ഫിസിയോതെറാപ്പി കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് പോലും പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ ആക്ച്വലി ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറണമെന്നായിരുന്നു. പക്ഷേ അവർ നമുക്ക് അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടുന്ന് എവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല, എന്താണെങ്കിലും ആളിനെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നില്ല. അമ്മ ഒരുമാതിരി ഡൗൺ ആക്കി കളഞ്ഞു. അമ്മ ആരോടും ഒന്നും പറയാണ്ട് എന്നെ വിളിച്ചിട്ടാണ് കാര്യം പറയുന്നത്. എനിക്കാണെങ്കിൽ ഞാൻ ആരോട് പറയാനാ? കാര്യം എനിക്ക് ബ്രദറോ സിസ്റ്റർ ആരുമില്ല ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞ സാരില്ല, നമുക്ക് നോക്കാം, എന്താണെന്ന് വെച്ചാൽ നോക്കാവുന്ന ഒരു മൈൻഡ് സെറ്റായി. എന്നിട്ട് ആൾക്ക് എനിക്കൊന്ന് ഒരു 10 days അടുപ്പിച്ച് ആൾ ഹോസ്പിറ്റലിൽ കിടന്ന് ആ ബ്ലഡ് ക്ലോട്ടായതൊക്കെ മാറിയതിന് ശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ സ്ട്രോക്ക് വരുന്ന ആളുകളെ കൊണ്ടുവന്നൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ആളെ കൊണ്ടുപോയി. ഞങ്ങൾക്ക് നിയർ ബൈ ആലപ്പുഴ തന്നെ ഒരാൾ അവിടേക്ക് കൊണ്ടുപോയി ആ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ സ്ട്രോക്ക് വന്നപ്പം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാൻ തുടങ്ങിയത്. മോർ ദാൻ 1 month നമ്മൾ ഫിസിയോതെറാപ്പി വീട്ടിൽ തന്നെ ചെയ്തു. അതിന് നല്ല എക്സ്പെൻസാണ്. ഡെയിലി ആൾക്ക് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. ഡെയിലി എന്ന് വെച്ചാൽ അച്ഛന് ഭയങ്കര പെയിനാണ്. അച്ഛനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ വരുമ്പോഴൊക്കെ അച്ഛൻ ഭയങ്കരമായിട്ട് നല്ല പെയിനാണ്. നോർമലി അമ്മ എപ്പോഴും കിച്ചണിലായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ആരും കാണില്ല. റൂമിൽ കിടന്ന് അച്ഛനെ ഞങ്ങൾ അവസാനം ബെഡ് എടുത്ത് ഹോളിൽ കിടത്തിയിട്ട് അച്ഛൻ ഹോളിൽ കിടന്നു. ചില സമയത്തൊക്കെ അമ്മ കിച്ചണിൽ നോക്കുമ്പോൾ ആൾ ബെഡിൽ നിന്ന് താഴെ വീണ് കിടക്കുന്നതാണ്. ഒരാൾക്ക് വിളിക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അറിയാണ്ട് ബെഡിൽ പല വട്ടവും ആൾ ബെഡിൽ നിന്ന് താഴെ വീഴും. പിന്നെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഞാനും അമ്മയും അച്ഛനെ നോക്കിയിട്ട് ബെഡിന് താഴത്ത് കിടക്കും. അപ്പോഴാണെങ്കിൽ പോലും അച്ഛൻ വീണിട്ടുണ്ട്. ഉറക്കമില്ലാണ്ടിരുന്നാണ് അച്ഛനെ ഞങ്ങൾ നോക്കിയിട്ടുള്ളത്. ആ സമയത്ത് അച്ഛനെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ഫുഡ് പോലും ഞാനായിരുന്നു വാരി കൊടുത്തുകൊണ്ടിരുന്നത്. അത്ര ഒരു സിറ്റുവേഷനായിരുന്നു. അതെ, ചേട്ടൻ ഒന്ന് കെട്ടിയാണ്. അമ്മയുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും വിഷമിച്ച് നിന്നിട്ടില്ല. കാര്യസാരില്ല അമ്മേ, ഞാനെല്ലാം നോക്കോളാം, അമ്മ പേടിക്കണ്ട, നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മുമ്പോട്ട് പോകാം, അങ്ങനത്തെ മൈൻഡിലായിരുന്നു. അതിന് അമ്മേനെ തളർത്താൻ പറ്റൂലല്ലോ. പക്ഷെ അമ്മയ്ക്കറിയാം എന്നെ. എങ്കിലും ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒറ്റമോളാണെങ്കിലും എൻ്റെ വിഷമങ്ങളെല്ലാം ഒന്നും ഞാൻ ചെന്നിട്ട് അവിടെ ഷെയർ ചെയ്തില്ല. വേണ്ട കാര്യങ്ങൾ മാത്രം പറയും. അവരെന്തിനാ വിഷമിക്കുന്നതെന്ന് കരുതും. ഞാൻ ആക്ച്വലി ഞാൻ ആരോട് അങ്ങനെ ആരോട് ഷെയർ ചെയ്യത്തില്ല. നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ഷെയർ ചെയ്യുന്ന അതിൻ്റേത് ലിമിറ്റില്ലേ. അങ്ങനെ എല്ലാവരോടും എല്ലാ കാര്യങ്ങളൊന്നും പറയത്തില്ല. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്തു. എന്നിട്ടാണ് പിന്നെ പാർട്ട് ടൈമിലേക്ക് കയറാൻ തുടങ്ങിയത്. പാർട്ട് ടൈം മീൻസ് കുറച്ചും കൂടി എമൗണ്ട് കൂടിയ പാർട്ട് ടൈം വേണമെന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ നിൽക്കാൻ തുടങ്ങി. പൈസക്ക് അത്രയും ആവശ്യം കൂടി സ്വാഭാവികമായിട്ടും. തന്നോട് റെസ്പെക്റ്റ് പറയാം. കാരണം വെച്ചാൽ ഞാൻ ഈ ഇതിൽ കൂടെയൊക്കെ കടന്നു പോയതാ, എനിക്ക് മനസ്സിലാവും. ഇതുപോലെയൊക്കെ കുറേ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ചെയ്യാണ്ട് പഠിക്കണ കേസിലാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടെ വന്നത് ആക്ച്വലി പഠിക്കാനാണ്, പഠിച്ച ഒരു ജോലി എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇവിടെ വന്നത്. ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നിനും പോയില്ലെങ്കിൽ പോലും ഞാനൊക്കെ പഠിക്കില്ലായിരുന്നു. കയ്യിലിരിപ്പിൻ്റെ ഉണ്ടോ, അല്ലാണ്ടൊന്നുമല്ല. അപ്പോൾ ഇദ്ദേഹം പാർട്ട് ടൈമും ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം കൂടെ ഇത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നടന്നു പോയിരുന്നു, ഐ മീൻ പഠിത്തം നടന്നു പോയിരുന്നു ഇതിനിടയിൽ. അല്ലെങ്കിൽ ശരിക്കും BCA ഡിസ്റ്റിങ്ഷനോടെയാണ് ഞാൻ പാസ്സായത്. അങ്ങനെ പാസ്സായിട്ട് ഇവിടെ വന്നതും ജോലി എന്ന് പറയുന്ന ലക്ഷ്യത്തോടെയാണ്. പക്ഷേ പാർട്ട് ടൈം ചെയ്യാണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. കാര്യം എനിക്കിവിടുത്തെ ഫീസ് കംപ്ലീറ്റ് ചെയ്യണം. അതിന് എനിക്ക് പാർട്ട് ടൈം മസ്റ്റായിട്ടും വേണം.
ഡെയിലി ഞാൻ ക്ലാസ്സിൽ വരും. ഇപ്പോൾ സന്ദീപ് സാർ എന്നെ വഴക്ക് പറയും. എന്താ എന്തിന് പാർട്ട് ടൈം പോകണം? അതെ, പാർട്ട് ടൈം പോകുന്ന സാറിന് ഇഷ്ടമല്ലായിരുന്നു. സാർ എന്നോട് ചോദിക്കും, നീ പഠിക്കാനാണോ ഇവിടെ വരുന്നത്, പാർട്ട് ടൈമിന് പോകാൻ വേണ്ടിയിട്ടാണ്? എന്നിട്ട് എന്നും ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ സാറിനോട് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു, സാർ ഇന്ന പോലെ എന്നെ വഴക്ക് പറയാൻ എനിക്ക് ശരിക്കും വിഷമമോ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അമ്മ പറഞ്ഞു, സാരില്ലെന്ന് സാറിനോട് കാര്യം പറയാം. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും സാറിനോട് കാര്യം പറയത്തില്ല, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, എന്തിനാ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് വേറൊരാളോട്, ഞാൻ പറയില്ല നമ്മൾ പേഴ്സണൽ കാര്യം പറയാനായിട്ട്. അതെ, പറയാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ കൂടെ പഠിക്കുന്നവർ കുറച്ച് പേർക്കൊക്കെ കാര്യങ്ങൾ അറിയാം. അവരെന്നെ പുഷ് ചെയ്യാൻ തുടങ്ങി, നീ സാറിനോട് കാര്യം പറയും, സാറിനോട് കാര്യം പറയുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് സാറിനോട് ഒട്ടും സഹിക്കാൻ വയ്യാണ്ട് സാറിന് മെസ്സേജ് അയച്ച്, ഞാൻ സാറിൻ്റെ മീൻസ് പൈത്തൺ ബാച്ചിൽ പഠിക്കുന്ന ആതിരയാണ്, എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, എനിക്ക് പാർട്ട് ടൈമിന് പോകാണ്ട് എൻ്റെ ഫീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ പാർട്ട് ടൈമിന് വേണ്ടി എനിക്ക് ഫീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ആക്ച്വലി എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്നിരിക്കുകയാണ്. സോ എനിക്ക് വേറെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. എനിക്ക് പാർട്ട് ടൈമിന് പോയാൽ മാത്രമേ എൻ്റെ ഫീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം സാർ എനിക്ക് പിന്നെ മെസ്സേജ് ചെയ്യാൻ തുടങ്ങി. സാർ എന്നോട് വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പിന്നെ സാർ അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. മീൻസ് എന്താ പറയുക, നമുക്ക് സാറെന്നൊന്നും അല്ല പറയാൻ പറ്റുക, അതുപോലെ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് സാർ. ബ്രദറിനെ പോലെ. അതെ, ബ്രദറിനെ പോലെ അങ്ങനെ നമുക്ക് വേണം പറയാം. അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് സാർ. എന്നോട് എപ്പോഴും ചോദിക്കുമായിരുന്നു, നമുക്കിവിടെ കേക്ക് കട്ട് ചെയ്യേണ്ടതെന്ന്. ശരിക്കും ഇന്ന് കേക്ക് കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ സാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ആലോചിച്ചത്, കേക്ക് കട്ട് ചെയ്തു, ഞാൻ ആഗ്രഹിച്ച ഒരു മൊമെൻറ്റിൽ ഞാൻ എത്തി. എൻ്റെ ഡ്രീമായിരുന്നു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവുക. അത് എൻ്റെ ഒരു എയിം ഞാൻ നേടിയെടുത്തു. അപ്പോൾ ഇത്ര സ്ട്രഗിളിലൂടെ ആണെങ്കിൽ പോലും ആ ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് ഇത്ര എഫേർട്ട് എടുത്ത് മീൻസ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത സാറ്, മീൻസ് എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്, ഈ ഒരു പോസ്റ്റിലെത്തിയത്. ഹാപ്പിയാണ്? അതെ, ഹാപ്പിയാണ്. അപ്പോൾ അത്രയും സ്ട്രഗിളും പാർട്ട് ടൈമും എല്ലാം കഴിഞ്ഞ് അവസാനം ആഗ്രഹിച്ച ഈ ഒരു ലെവലിലോട്ട് എത്തി, അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് എത്തിക്കുമ്പോൾ വീട്ടുകാരുടെ റിയാക്ഷൻ എന്താ? സത്യത്തിൽ ഞാൻ വീട്ടിൽ ഇത്രയൊക്കെ ആയില്ലേ, അപ്പം എൻ്റെ കൂടെയുള്ളവരെല്ലാം പ്ലേസ്ഡ് ആവുകയാണ്. ഓരോ ദിവസം ഓരോരുത്തർ പ്ലേസ്ഡ് ആവുക. ഞാൻ പാർട്ട് ടൈമിന് പോകുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഇൻ്റർവ്യൂ കോൾസ് വരും, പക്ഷേ എനിക്കൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് എനിക്കവിടെ ഫോൺ അലൗഡ് അല്ലായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് എൻ്റെ അമ്മേൻ്റെ അടുത്താണ്. അമ്മേനെ വിളിച്ചിട്ട് പറയും, ഈ പാർട്ട് ടൈമിന് പോകുന്നതുകൊണ്ടാണ് എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്, ഞാൻ നിർത്തുകയാണ്, എനിക്ക് പറ്റില്ല, എനിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറയും. അപ്പോൾ അമ്മ പറയും, അമ്മ എന്നോട് നീ അങ്ങനെയൊന്നും പറയത്തില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവും, ഞാൻ ആ ഒരു ജോബ് നിർത്തിക്കഴിഞ്ഞാൽ വീട്ടുകാരെങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് അറിയാം. അപ്പോൾ എനിക്കറിയാം എങ്ങനെ. കാര്യം ഞാൻ ഈ ഒരു ഏജിലാണെങ്കിൽ പോലും എൻ്റെ ഫാമിലിനെ മീൻസ് ഇപ്പോഴത്തെ എൻ്റെ ഫാമിലിയുടെ ഡിസിഷൻ മേക്കർ ഞാനാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഞാൻ പറയുന്നത് കേട്ടിട്ടാണ് ഇപ്പോൾ എൻ്റെ ഫാമിലി മുമ്പോട്ട് പോകുന്നത്. അപ്പം ഞാൻ ആ ഒരു മീൻസ് എൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ ഫാമിലി എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് ഓർക്കാൻ കൂടി വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ പിടിച്ച് നിൽക്കാൻ തുടങ്ങി. ഇതിനൊക്കെ മുമ്പ് അമ്മയ്ക്കൊരു സർജറി വേണ്ടി വന്നു. മീൻസ് അച്ഛനൊന്ന് എല്ലാം കഴിഞ്ഞ് ഓവർകം-ആയി സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേപ്പബിൾ ആയതിനു ശേഷമാണ് അമ്മയ്ക്കൊരു സർജറി വേണ്ടി വന്നത്. അമ്മ അച്ഛനെ നോക്കി ആ ഒരു സർജറി നല്ല കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അങ്ങനെയും കുറേ ലീവായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും ഫിസിക്കലി ഞാനും വയ്യാണ്ടായി. എനിക്ക് അമ്മേനെ നോക്കാൻ വേണ്ടി ഞാൻ ലീവ് എടുത്ത് പോയിരുന്നു. അതെ, ഇവിടുന്ന് ഞാൻ പോയിരുന്നു. സാറിനോട് പറഞ്ഞിട്ട്, അപ്പോൾ സാർ എനിക്കൊരു 2 months ഗ്യാപ്പ് വേണം, ഒരു അമ്മയ്ക്ക് ഇന്നൊരു സർജറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, കുഴപ്പമില്ല, നീ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിന് വരാൻ നിൽക്കണ്ട, 2 months നീ ഗ്യാപ്പ് എടുത്തിട്ട് വന്നാൽ മതി, ഞാൻ അത്രയും കൂടെ നിന്നെ പഠിപ്പിച്ചോളാം, പ്രശ്നമില്ല, നീ പോയിട്ട് വരാൻ പറഞ്ഞു. സാർ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പോയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് മഞ്ഞപ്പിത്തം വന്നത്. അതെ, എനിക്ക് മഞ്ഞപ്പിത്തമായപ്പോൾ എനിക്ക് അമ്മേൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. കാരണം ആൾക്ക് ഇൻഫെക്ഷൻ വരും. അതെ, അപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റൂല. ഈ വീട്ടിലെ ഇഷ്യൂസ് എല്ലാം കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈം പഠിത്തത്തിന് എത്രത്തോളം ബാധിച്ചത്? എഫക്റ്റ് ചെയ്തു ചോദിച്ചാൽ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തു. മീൻസ് ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാൻ കഴിഞ്ഞ മാസം വരെ സാറിനോട് ചോദിച്ചു, സാർ എനിക്ക് ജോബ് കിട്ടുമോ? സാർ കിട്ടുമേടി, ഉറപ്പായിട്ടും കിട്ടും, നിനക്ക് അതിനുള്ള കാലിബർ ഉണ്ട്, നീ ഒരു 1 month വർക്കൗട്ട് ചെയ്താൽ മതി, നിനക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇത്രയും സ്ട്രഗിൾ ചെയ്തതിനും ഇത്രയും കഷ്ടപ്പെട്ടതിനും ഒക്കത്തിന് റിസൾട്ട് ഇപ്പോൾ നേടിയെടുത്ത് ഹാപ്പിയാണ്. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം അല്ലെങ്കിൽ ഇനിയൊരു സാധനം അച്ചീവ് ചെയ്യാനുള്ളത് എന്താണ്? കുറച്ചും കൂടി സാലറി ഇൻക്രിമെന്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് എത്തുക. എവിടെയാണ് പ്ലേസ്ഡ് ആയത്? കടവന്ത്രയിലാണ് പ്ലേസ്ഡ് ആയിരിക്കും. കടവന്ത്രയിൽ. ജോയിനിങ് ഡേറ്റ് എന്നാണ് അപ്പോൾ പറഞ്ഞത്? ഈ മൺഡേ ജോയിൻ ചെയ്യണം. നെക്സ്റ്റ് മൺഡേ. അതെ. ഈ 21-22 വയസ്സിൽ ആളുടെ ഡ്രീം അച്ചീവ് ചെയ്തൊക്കെയാണ്, അത് ഇത്രയും സ്ട്രഗിൾസിൻ്റെ ഇടയിൽ കൂടി. ആതിരയ്ക്ക് ഈ ഏജിൽ ഇത്രയും സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കില്ല? അപ്പോൾ ആതിര ഇനിയും താൻ മുന്നോട്ട് തന്നെ പോട്ടെ, താൻ ആഗ്രഹിച്ചതെല്ലാം അച്ചീവ് ചെയ്യട്ടെ, ഇപ്പോൾ നിൽക്കുന്ന ജോലിയിൽ നല്ലൊരു പൊസിഷനിൽ എത്തട്ടെ, ലൈഫ് ഇനി മുന്നോട്ട് പോകില്ലേ, എന്തായാലും എത്തും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.